ആ ഇനി എന്തായാലും ഇവിടുന്ന് കണ്ണം മലയ്ക്ക് പോകുന്നുണ്ടല്ലോ. അന്നവൻ പോയിക്കഴിഞ്ഞാ ചിലപ്പോ അവൻ മടങ്ങി വരുന്നതുവരെ ഈ വീട്ടിലെ ദുരന്തമായ മരുമോള് അനന്തുവിന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് മഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ കുഞ്ഞിനെ കളഞ്ഞിട്ടേ ഇവിടുന്ന് വിടാവൂ. അങ്ങനെയാണെങ്കിൽ ആ വൈദ്യന്റെ സഹായം തേടുന്നത് നല്ലതാ. അന്ന് മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഒരു വൈദ്യൻ തന്ന മരുന്നുണ്ടല്ലോ, ആ മരുന്ന് കഴിച്ചിട്ടല്ലേ എന്റെ കുഞ്ഞു പോയത്. അയാളുടെ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞു പോയിരിക്കും. ആ എന്നാ പിന്നെ നമുക്കത് വാങ്ങി വെക്കണം മോളെ. ആ അത് ഞാനും മുത്തശ്ശിയും കൂടി പോയി വാങ്ങിച്ചോണ്ട് വന്നോളാം. എന്തായാലും സാഗറിന്റെ കുഞ്ഞു മഞ്ജുവിന് ജനിക്കരുത്. അവള് മേഘേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം. മേഘേട്ടന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായി. എനിക്കതാ ഇഷ്ടം. മോളുടെ ഇഷ്ടം കൂടി കണക്കിലെടുത്താ ഞാനും അതിനു വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ ഉണ്ണിക്കും മേഘൻ എന്ത് തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിലും അവനെ ഇഷ്ടവാ. അല്ലെങ്കിലും മേഘേട്ടന് വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ട് കൂടിയല്ലേ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സാഗറിനെ കഞ്ചാവ് കേസിൽപ്പെടുത്തിയത് മേഘേട്ടന. എന്നിട്ട് അവസാനം അവന്റെ കൈകൾ ശുദ്ധമാക്കിയിട്ട് മേഘേട്ടനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടില്ലേ ആ മാർക്കോയും കൂട്ടരും ചേർന്ന്. ഒരർത്ഥത്തില് നമുക്ക് വേണ്ടി കൂടിയാ മേഘേട്ടൻ ജയിലിൽ കിടന്നത്. അതുകൊണ്ട് അങ്ങേര് ചെയ്ത തെറ്റൊക്കെ മറക്കാവുന്നതേ ഉള്ളൂ. അവളുടെ കുഞ്ഞൊന്നു പൊയ്ക്കോട്ടെ മോളെ. അതിനുശേഷം എങ്ങനെയെങ്കിലും എന്റെ മോളെ തിരിച്ചു പിടിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അതിന് വലിയ പാടാ. അതുപോലെയാ ഇവിടത്തെ തമ്പുരാനും ഭാര്യയും കൂടി അവളെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് പോയപ്പോ ഇഷ്ടം പോലെ സ്വർണവും കൊടുത്തു വിട്ടില്ലേ മഞ്ജുവിന്. അതുകൊണ്ട് കണ്ണേട്ടന്റെ സ്നേഹം കിട്ടാൻ സാഗറിനെ സ്നേഹിച്ചേ പറ്റൂന്ന് അവൾക്കറിയാം. മേഘേട്ടനാണല്ലോ കണ്ണേട്ടന്റെ ചതുർത്ഥി. ഇനി നോക്കിക്കോ മോളെ, മേഘന്റെ വൈരാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് മോൾക്കറിയില്ല. എന്നെങ്കിലും ഒരു ദിവസം മഹാലക്ഷ്മിയെ കണ്ണനുമായിട്ട് അവൻ വേർപെടുത്തും. അതുപോലെ തന്നെ കണ്ണനെ അവൻ വെച്ച് പൊറുപ്പിക്കില്ല. പിന്നെ ഈ സ്വത്തെല്ലാം അനുഭവിക്കേണ്ടതേ ഉണ്ണിയും മഞ്ജുവും കൂടെയാ. അവിടെ മഞ്ജുവിന്റെ സ്വത്ത് പറ്റാൻ സാഗർ ഉണ്ടാവരുത്. അവളുടെ ജീവിതത്തിൽ നിന്ന് അവൻ പോണം. നാളെ അമ്പലത്തിൽ പോയി കറുപ്പും ധരിച്ച് മാലയിട്ടോ, മലയ്ക്ക് പോവാനായിട്ട്. ഇനി നമ്മൾ തമ്മില് അവിടെ പോയി വന്നതിന് ശേഷം ഒരു സംസാരം മതി. പിന്നെ 4 പേര് മല കയറുന്നുണ്ട്. അതിൽ 3 പേരെയാ ടാർഗറ്റ് ചെയ്യണ്ടേ. കണ്ണൻ, മാർക്കോ, സാഗർ. അതെ, കണ്ണനെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയിക്കോണം. മലയ്ക്ക് പോകുന്നവരുടെ കയ്യില് ആയുധം ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആയുധം ഉണ്ടാവണം. കാരണം നിങ്ങൾ അയ്യപ്പ സന്നിധിയിലേക്കല്ല പോകുന്നത്, ഭഗവാനെ ദർശിക്കാനല്ല പോകുന്നത്. ആ ബോധം എപ്പോഴും നിനക്കൊക്കെ ഉണ്ടാവണം. ശരി സാറേ. ശരി, ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. പറഞ്ഞതിനപ്പുറമാണ് അങ്ങോട്ട് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു ആത്മാർത്ഥത സ്വന്തം പ്രവൃത്തിയിൽ കാണിക്കണമെന്ന്. ശരി സാർ. ആ വടാ. ഇവന്മാരെ കണ്ടിട്ട് നീ പറഞ്ഞതുപോലൊരു ഗുണ്ടകളാണെന്ന് തോന്നില്ല. അതുകൊണ്ടാ
ലക്ഷണമൊത്ത 3 ഗുണ്ടകളെ ഞാൻ ഇറക്കിയത്. മിടുക്കന്മാരാ. അതിലുപരി അവന്മാര് വരുത്തന്മാരാ. കാസർഗോഡുനിന്നും കണ്ണൂരിൽ അവന്മാര് 3 പേര് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവന്മാർക്ക് അറിയില്ല ഇവിടുത്തെ മാർക്കോയെ. ആ അത് നന്നായി. ഇവിടെ ഉള്ള വമ്മന്മാർക്കൊക്കെ മാർക്കോയെ ഉള്ളി പേടിയാ. ഇതങ്ങനെയല്ല അങ്ങളെ. രാഷ്ട്രീയ ഗുണ്ടകളാ അവന്മാരെ. തെളിവില്ലാതെ നടത്തിയിട്ട് വരാൻ മിടുക്കന്മാരാ. ഇത്തവണ ബുദ്ധിമുട്ടി ഏന്തി വലിഞ്ഞ് മല കയറുന്ന കണ്ണനെ അയ്യപ്പ സ്വാമി തന്നെ വലിച്ചു താഴെയിടും. നമ്മൾ ലക്ഷ്യത്തിലെത്തും അങ്ങളെ. കണ്ണന്റെ ബോഡിയുമായിട്ട് ആംബുലൻസ് വീട്ടിലെത്തുന്നത് വരെ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്ന അയ്യപ്പ സ്വാമിയെ ഒരു ക്ഷേത്രത്തിൽ വെക്കാൻ പോയിട്ട് അതിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞാനും എൻ്റെ അമ്മയും ഹോസ്പിറ്റലായി. അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ ആ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമാണെങ്കിലോ അപകടം നടന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ. പക്ഷെ അത് കൃത്യമായിട്ട് മഹാലക്ഷ്മിയുടെ കയ്യിൽ എത്തുകയും ചെയ്തു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല അങ്ങളെ. അതാണ് മേഘ എന്നെയും ഭയപ്പെടുത്തുന്നത്. കണ്ണനും കണ്ണന്റെ അച്ഛനും ഒക്കെ സംഭവിച്ചത് നിനക്കും അറിയാവുന്നതല്ലേ. അന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത ആളും ഞാനാ. വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോ മോൾക്ക് വേണ്ടി അതിന്റെ 10 മടങ്ങ് ആത്മാർത്ഥതയോടെ ഓരോന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. എന്റെ കാര്യം അങ്ങനെ തന്നെ അങ്ങളെ. ഇതിനു മുമ്പ് ഒരുത്തനെ പുകയ്ക്കണമെന്ന് അത് തീരുമാനിച്ച സമയത്ത് തന്നെ നടക്കുമായിരുന്നു. ഇപ്പൊ അതും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാ അമിത ആത്മവിശ്വാസം ഒന്നിനും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവന്മാരേതായാലും പോയിട്ട് വരട്ടെ. കണ്ണനും മാർക്കോയും അവസാനിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് സാഗരം തീരണോ അങ്ങളെ. അവൻ അത്രത്തോളാ എന്നെ അപമാനിച്ചത്. ഇന്ന് അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റില്. ഈ പറയുന്ന രണ്ടുപേരും പോയി കഴിഞ്ഞാ പിന്നെ സാഗർ വെറും പൂജ്യോടാ. അവനെ വകവരുത്താൻ നമുക്കൊരു ഉണ്ടയുടെ സഹായം വേണ്ട. അവൻ ബൈക്കിൽ പോകുമ്പോ ഞാൻ തന്നെ അവന്റെ ബൈക്കിൽ ലോറി കയറ്റി ഇറക്കിക്കോളടാ. ഇത്തവണ എന്തായാലും പിഴക്കില്ലങ്ങളെ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയെല്ലാം നടക്കുവാണെങ്കിൽ മല ചവിട്ടിക്കോളാന്ന് ഞാനും നേർന്നിരിക്കുക. അങ്ങനെങ്കിൽ നിനക്കൊപ്പം ഞാനും ഉണ്ടാവും. എൻ്റെ അമ്മയും ഞാനും ഇപ്പൊ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നില്ലേ. അന്ന് നിന്റെ അമ്മ പറഞ്ഞ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇപ്പൊ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. നോക്കട്ടെ, അയ്യപ്പസ്വാമി അവക്കൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന്. കണ്ണേട്ടാ, നാളെ മലയ്ക്ക് പോകുമ്പോ സൂക്ഷിച്ചൊക്കെ പോണേ കണ്ണേട്ടാ. ഇത് ഏതു നേരം ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നാളെ അതിരാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോണം. ആ അത് പറഞ്ഞപ്പോഴാ മാർക്കോ എന്നെ വിളിച്ചിരുന്നു. ഏതോ ഒരു അമ്പലത്തിൽ പോണെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ താൻ നാളെ രാവിലെ അമ്പലത്തിലേക്ക് പോകുമ്പോ ഞാൻ മാർക്കോയ്ക്കൊപ്പം അവൻ പറഞ്ഞ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവാം. സൂക്ഷിക്കണം. അന്നത്തെ പോലെ ആരെങ്കിലും വന്നാ എല്ലാവരും എല്ലാം അറിയും. ഇത് പഴയൊരു ക്ഷേത്രം എന്നാ പറഞ്ഞത്. നല്ല അകലത്തിലുള്ള അമ്പലം. അവിടം സുരക്ഷിതമായതുകൊണ്ടാ മാർക്കോ എന്നെ കൂടെ വിളിച്ചത്. എന്നാ പിന്നെ കുഴപ്പമില്ല. നാളെ മലയ്ക്ക് പോകുന്ന ദിവസമായതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാ. തന്നെ അകന്നു പോകുന്നതിൽ വിഷമമുണ്ട്. എന്നാ അതിനൊപ്പം മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞാല് പിന്നെ എനിക്ക് മനുഷ്യന്മാരെ പോലെ ഇറങ്ങി നടക്കാമല്ലോ. കാട്ടിനകത്തൂടെ സന്നിധാനം വരെയുള്ള നടത്തോ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പനെ കാണാൻ പോകുമ്പോ അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല മഹി. സന്നിധാനത്ത് ചെന്ന് അയ്യപ്പ ദർശനം നടത്തുന്നത് പോലെ തന്നെ നമ്മളെ നേരിട്ട് കാണാൻ സ്വാമിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
നമുക്ക് ഒരു കേടുപാടും കൂടാതെ അവിടെ എത്തും. മിക്കവാറും കാടിനകത്ത് റേഞ്ചൊന്നും കാണത്തില്ല. എങ്കിലും റേഞ്ചുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണേ കണ്ണേട്ടാ. അത് പിന്നെ താൻ എന്നോട് പറയണോ? നാളെ താൻ ഉറങ്ങില്ലെന്ന് എനിക്കറിയാം. എനിക്ക് എങ്ങനെ ഉറക്കം വരാനാ? ഭഗവാന്റെ കാര്യമായതുകൊണ്ട് വേണ്ടാന്ന് പറയാനും പറ്റില്ലല്ലോ. അതും അയ്യപ്പനെ തൊട്ട് കളിക്കുന്നത് നല്ലതല്ലെന്നാ പഴമക്കാര് വരെ പറയുന്നത്. മാർക്കോയ്ക്കും ലോപ്പസിനും സാഗറിനൊപ്പം പോകുന്ന എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് താൻ ഇവിടെ ഒറ്റയ്ക്കാ. അതാ എന്റെ പേടി. അതോർത്ത് കണ്ണേട്ടൻ പേടിക്കണ്ട. ഞാൻ അനന്തുവേട്ടന്റെ വീട്ടിലേക്ക് പൊക്കോളാം. അവിടെ ലേഖയുണ്ടല്ലോ. പിന്നെ മലയ്ക്ക് പോകുമ്പോ ആരെങ്കിലും ഫോളോ ചെയ്ത് വരുന്നുണ്ടോന്ന് നോക്കണം കേട്ടോ. ആ മേഘൻ ആരെങ്കിലും കണ്ണേട്ടന്റെ പിന്നാലെ വിടാനുള്ള സാധ്യതയുണ്ട്. കണ്ണേട്ടൻ നടക്കുന്നുണ്ടോന്നറിയാൻ. അങ്ങനെ വരുമോ? മേഘനായതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, ഒരു പ്രയാസവും കൂടാതെ കണ്ണേട്ടന് മല ചവിട്ടാൻ കഴിയണേ. നല്ല ദർശനവും കിട്ടണേ. ഇപ്പൊ കാലിന് ചെറിയ മുടന്തുണ്ടെന്നറിയാലോ. തിരിച്ചു വരുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടണേ. വീട്ടിലാള് മലക്ക് പോകുന്നല്ലേ? അതെ, ഒന്ന് പ്രാർത്ഥിക്കണേ തിരുമേനി. പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മോളുടെ അമ്മ ഇവിടെ വന്ന് കരഞ്ഞു പറയുന്നുണ്ട് മരുമോന് വേണ്ടി. ചികിത്സക്ക് ബലമൊന്നും കിട്ടിയില്ലല്ലേ? തിരുമേനിയോട് കള്ളം പറയേണ്ടി വരുന്നതില് ക്ഷമിക്കണേ എന്റെ ഭഗവതി. വേണ്ട, അതേപ്പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ വേദന കാണുമെന്നറിയാം. എല്ലാം ശരിയാവും. കാലിന് വയ്യാത്തവര് നടന്നു മലകയറിയ ചരിത്രമുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ തിരുമേനി. ഇവിടെ വന്ന് മോളുടെയും മോളുടെ ഭർത്താവിന്റെയും നാശത്തിനായി ചിലര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മോളുടെ അനിയത്തിയും മുത്തശ്ശിയൊക്കെ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദൈവം ഒരു കുഞ്ഞിനെ ആ കൊച്ചിന് കൊടുത്തോ? അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ അതിനെ ഇങ്ങനെയാക്കി മാറ്റിയതാ. അവൾക്ക് ഇനി അമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ തിരുമേനി. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലതൊന്നും പറയാൻ നാവും പൊന്തില്ല. മോൾക്കും മോളുടെ ഭർത്താവിനും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതാണ് ദൈവങ്ങൾക്കും സന്തോഷം. മോൾക്ക് നല്ലതേ വരൂ. ശരിയെന്നാ. ഭഗവതി, ഞാൻ കാണുന്നെന്ന് കരുതിയതാ അമ്മേ. അപ്പൊ തന്നെ മുന്നിൽ വന്നല്ലോ. സന്തോഷത്തിനിടയിലും വലിയ പ്രയാസത്തിലാണല്ലോ. അത് പിന്നെ ഇന്ന് കണ്ണേട്ട മലയ്ക്ക് പോവാ. അറിയാം മോളെ. മല കയറിയിട്ട് ആ മോൻ വരുമ്പോ പിന്നെ അധികം താമസമില്ല ഞാൻ പറഞ്ഞത് നടക്കാൻ. കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അമ്മേ, കണ്ണേട്ടനിപ്പോ നടന്നു തുടങ്ങി. പക്ഷെ ചെറിയൊരു മുടന്തുണ്ട്. മല കയറിയിട്ട് വരുമ്പോ അത് മാറുമായിരിക്കോ? എന്താ അമ്മേ? ഇത്തവണ മല കയറാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. മോനൊരു 4-5 ദിവസം കൂടി മോശം സമയ.
ഇനിയിപ്പൊ അയ്യപ്പസ്വാമിയെ കാണാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പോയിട്ട് വരട്ടെ. പക്ഷെ വിഘ്നങ്ങൾ ഒരുപാടുണ്ട്. അല്ല, വിഘ്നങ്ങളെന്ന് പറഞ്ഞ? അതൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാ മോളെ ഭയപ്പെടുത്തുന്നേ? പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് മോൾ എന്നും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 1 മടങ്ങ് കൂടുതൽ ഇത്തവണ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ. അത് പ്രാർത്ഥിക്കുമല്ലോ അമ്മേ. ഇതാ മോന്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളി രൂപ മണിമണ്ഡപത്തിലിടാൻ പറയണം. ശരി അമ്മ. അമ്മ പ്രാർത്ഥിക്കില്ലേ എന്റെ കണ്ണേട്ടന് വേണ്ടി? അതെന്തു പറച്ചില്ല മോളെ. അമ്മ മോളുടെ കണ്ണേട്ടനും മോൾക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാ. പിന്നെ കണ്ണന് അകമ്പടി ഉണ്ടല്ലോ അല്ലേ? അകമ്പടിയോ? അല്ല, കണ്ണമ്മൻ പോകുമ്പോ അകമ്പടിക്കാരില്ലേന്നാ ചോദിച്ചത്. ഉണ്ടമ്മ, കൂടെ 3 പേര് പോകുന്നുണ്ട്. ആ, അത് വേണം. അയ്യപ്പൻ പുലിപ്പാൽ തേടി കാട്ടിലേക്ക് പോയ ശേഷം മടങ്ങി വരുമ്പോ നല്ല പുലിക്കുട്ടികൾ കൂടെ വന്നു. അതുപോലുള്ള പുലിക്കുട്ടികൾ കൂടെ വേണം. അത്രയ്ക്ക് ശത്രുക്കളുണ്ട് ഇപ്പോഴും കണ്ണമ്മോനും മോൾക്കും ഒക്കെ. പക്ഷേ അതിനേക്കാളും ശക്തിയുണ്ട് ഈ പുലിക്കുട്ടികൾക്ക്. അപ്പോ കണ്ണനൊപ്പം സഹോദരങ്ങളായ മുരുകനും വിഘ്നേശ്വരനും ആഞ്ജനേയനും ഒക്കെ അങ്ങോട്ട് പോട്ടെ. ഇത്തവണത്തെ മലകയറ്റത്തിന് അത് അത്യാവശ്യമാ. ഇത്തവണ മോൻ മല കയറിയിട്ട് വന്നു കഴിഞ്ഞാ പിന്നെ അടുത്ത തവണ ഒറ്റയ്ക്ക് പോയാലും കുഴപ്പമില്ല. അല്ല, ഇത്തവണ മല കയറാൻ പ്രയാസമാണല്ലേ? മോള വെള്ളി രൂപ കൊണ്ട് കൊടുക്ക്, പിന്നെ ഒന്നും പേടിക്കാനില്ല. ഇതാണ് മാർക്കോ നീ പറഞ്ഞ ക്ഷേത്രം? ഇതാണ്. ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ്. സാറ് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് തൊഴിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ നീയും എനിക്ക് വേണ്ടി ദൈവങ്ങളോട് നന്നായി പറയുന്നുണ്ടല്ലേ? പറയണമല്ലോ സാർ. മനസ്സിനകത്ത് നന്മയുള്ളവർക്ക് നല്ലത് വരണം. അതിനുവേണ്ടി എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും സാർ. സാർ വാ. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായി ഞാൻ മഹാലക്ഷ്മിയെ കാണുന്നത് ഇവിടെ വച്ച. അതെ സാർ, ഗുണ്ടകൾ അന്ന് മഹാലക്ഷ്മിയെ ഓടിച്ചുകൊണ്ട് വന്നത് ഇങ്ങോട്ടാ. അന്ന് ഞാനിവിടെ ഒരു ആൽത്തറയിൽ കിടക്കുമായിരുന്നു. ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ കണ്ടത് ഒരു പെൺകുട്ടിയെ ഗുണ്ടകളെല്ലാം കൂടി ആക്രമിക്കുന്നതാ. അത് അർദ്ധരാത്രി കഴിഞ്ഞ നേരമായിരുന്നല്ലോ. ആ സമയത്ത് മാർക്കോ എന്തിനാ ഇവിടെ വന്നേ? ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ട് സാർ. ഇടയ്ക്ക് മഹി ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു മാർക്കോയെ പറ്റി. എനിക്കും അതില്ലാതില്ല.
മഹി കാണുന്ന ആ അമ്മയും മാർക്കോയും ഒക്കെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതാരം എടുത്ത ദൈവത്തിന്റെ കാലാളുകളാണോ? എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം സാർ. സാർ വാ.